ഖുർആൻ ഓതിയുടെ കാറുകളും തഹസ്സുനിന്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത്. ഏലസ് കെട്ടിൽ നിബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസൊക്കെ ശിർക്കുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറയാതെ ഹറാമാണ്, അത് അങ്ങനെയാണ് ശിർക്കാണെന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറയുന്നു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്. ആരാണോ മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടുന്നത് അവർ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു. എന്താണ് അവിടെയുള്ള പങ്കുചേർക്കൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് വുകില ഇലൈഹി. ആരാണോ അത്തരത്തിലുള്ള തമീമത്തുകൾ ചരടുകളൊക്കെ കെട്ടുന്നത് അവന്റെ തവക്കുൽ അതിലേക്ക് മാറും. പിന്നെ അവൻ വിചാരിക്കുന്നത് ഈ ചരടാണ് എന്നെ സംരക്ഷിക്കുന്നത്, ഇതാണ് എനിക്ക് ഖൈർ നൽകുന്നത്, ഇതാണ് എന്റെ ഷർറുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്ന മനസ്സിന്റെ ഒരു തഅല്ലുഖ്, മനസ്സിന്റെ ഒരു കെട്ടിക്കൊടുക്ക്, അത് ഇന്നാലെന്ന വസ്തുവിലേക്ക്, ആളുകളിലേക്ക്, മന്ത്രങ്ങളിലേക്ക് പോകുമ്പോൾ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി തീരുന്നു.